മഹാലക്ഷ്മി സീരിയലിൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മറ്റൊരു ചീഫ് എഞ്ചിനീയറെ നിയമിച്ച് അപമാനിച്ചതിൻ്റെ അമർഷം ഉണ്ണിക്കും കരുണയ്ക്കും ദുർഗയ്ക്കും അടക്കാൻ കഴിയുന്നില്ല. തുടർന്ന് ഉണ്ണിയും കരുണയും മേഘനെ കാണാനായിട്ട് ചെല്ലുന്നു. എന്നെ ഇങ്ങനെ നാണം കെടുത്തിയ അവർ രണ്ടുപേരും മരിച്ചു കാണണം എന്നാണ് ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് ഉണ്ണിയും. എൻ്റെ വീട്ടിൽ എൻ്റെ പാദസേവ ചെയ്ത് കഴിഞ്ഞിരുന്ന അവൾ ഇപ്പോൾ കമലേശ്വരം തറവാട്ടിലെ മഹാറാണിയായി. ഇപ്പോൾ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അവളാണ്. അന്ന് ഞാനും എൻ്റെ മുത്തശ്ശിയും അച്ഛനും ചേർന്ന് അവളോട് ചെയ്തതിൻ്റെ പ്രതികാരമാണ് അവളിപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം കരുണ പറഞ്ഞു തുള്ളുമ്പോൾ, കരുണമോളെ, മോളിങ്ങനെ വിഷമിക്കാതെ. നിങ്ങൾക്ക് രണ്ടു പേർക്ക് മാത്രമല്ല, എനിക്കും എൻ്റെ അച്ഛനും ഒക്കെ കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. എന്താണെന്നറിയില്ല. ഇപ്പോൾ മഞ്ജുവിനും അവനോടും മഹാലക്ഷ്മിയോടും ഒരു സോഫ്റ്റ് കോർണർ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള പണികളല്ലേ അവനും അവളും കൂടി കളിച്ചത്. കല്യാണത്തിന് മഞ്ജുവിന് ഒന്നും കണ്ണൻ കൊടുത്തില്ല. എങ്കിലും എന്നെങ്കിലും അവൻ മഞ്ജുവിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അതും കിട്ടാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. സ്വാതിയുടെ കല്യാണത്തിനും കണ്ണൻ്റെ സഹായം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അമ്മയും ഉടക്കി നിൽക്കുക. എല്ലാം കൂടി ആകെ ഭ്രാന്ത് പിടിക്കും എന്നാണ് തോന്നുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ഒറ്റ പോംവഴി മാത്രമേ ഉള്ളൂ, മഹാലക്ഷ്മിയുടെ മരണം. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയാം, നിങ്ങൾ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാകരുത്. അങ്ങനെ വന്നാൽ അത് നമ്മുടെ ശത്രുക്കൾക്ക് സന്തോഷിക്കാനായിട്ട് കാരണമാകും. അവരുടെ ആഗ്രഹവും അത് തന്നെയാണെന്നെല്ലാം മേഘൻ പറയുന്നുണ്ട്. ഇതിനിടയിൽ മേഘന് മറ്റൊരു പണി വരുന്നുണ്ട്. കാരണം സാഗർ മഞ്ജുവിൻ്റെ മനസ്സിൽ കടന്നു കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അങ്ങനെ മഞ്ജുവുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് നിരന്തരം കോണ്ടാക്റ്റ് വെക്കുന്നുണ്ട്. മെസ്സേജുകളൊക്കെ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ മഞ്ജുവിനും തോന്നുന്നുണ്ട്, ഞാൻ എൻ്റെ മുറിച്ചെറുക്കനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, പക്ഷേ അയാൾ എന്നെ വഞ്ചിച്ചു. ഇനി എന്തിന് ഞാൻ അയാളെ സ്നേഹിക്കണം? സാഗറാണ് മേഘൻ്റെ എല്ലാ ചതിയും എനിക്ക് നേരിൽ കാട്ടി തന്നത്. അതുകൊണ്ട് സാഗറിന് മനസ്സിൽ ഒരിടം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നെല്ലാം മഞ്ജുവിന് തോന്നിപ്പോവാണ്. അങ്ങനെ തന്നോട് മേഘൻ ചെയ്തതിന് അതേ നാണയത്തിൽ തന്നെ അയാളോട് കണക്ക് തീർക്കാൻ തന്നെ മഞ്ജു തീരുമാനിച്ചുറപ്പിക്കുന്നു. പക്ഷേ സാഗറിനെ മുൻനിർത്തി മാർക്കോയാണ് ഈ കളികളെല്ലാം കളിക്കുന്നത്. പിന്നീട് മേഘനാണെങ്കിൽ മഞ്ജുവിൻ്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും മഞ്ജു അറിയാതെ അവളുടെ ഫോൺ എടുത്ത് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ സാഗർ എന്ന പേരിന് പകരം സരോജിനി എന്ന പേരാണല്ലോ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തുടർന്ന് അപ്പോൾ സരോജിനി അവളാണ് മഞ്ജുവിനെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കണ്ണനെയും മഹാലക്ഷ്മിയൊക്കെ കുറിച്ച് പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്കുന്നത്. അവൾ ആരാണെന്ന് ഉടനെ കണ്ടുപിടിക്കണമെന്നും തീരുമാനിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. ശേഷം വാമൻ മേഘൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഈ പദ്ധതിയെങ്കിലും നടക്കൂടാ? ഇന്നിപ്പോൾ അവൻ ഉണ്ണിയെയും എന്നെയും കമ്പനിയിൽ തരം താഴ്ത്തി, നാളെ ചിലപ്പോൾ അത് പിരിച്ചുവിടലായിരിക്കും അവസാനിക്കുക എന്ന് പറയുമ്പോൾ, ഇത്തവണ ഒരു പിഴവും സംഭവിക്കില്ല അച്ഛാ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ തന്നെ നേരിട്ടാണ് ഈ കളിക്ക് ഇറങ്ങാൻ പോകുന്നത്. മഹാലക്ഷ്മി അവൾ ഇനി ഒരിക്കലും കണ്ണൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെ മേഘൻ പറയുന്നുണ്ട്. തുടർന്ന്, നീ സൂക്ഷിക്കണം മേഘ. ഇപ്പോൾ ആ മാർക്കോ എന്ന് പറയുന്നവൻ അവൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വശത്ത് നിന്നാണ് അടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, മാർക്കോ എന്നല്ല, ഇതൊന്നും ദൈവം തമ്പുരാൻ പോലും അറിയാൻ പോകുന്നില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക എന്നെല്ലാം വീമ്പ് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. പിന്നീട് അങ്ങനെ കണ്ണൻ തോമസ് ഡോക്ടറുടെ വീട്ടിൽ ചികിത്സയ്ക്കായിട്ട് പോകുന്നുണ്ട്. കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മഹി ഏൽപ്പിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കണ്ണനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് മഹിക്ക് ഒട്ടും സമ്മതമില്ലെങ്കിലും കണ്ണൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മഹി ഒഴിഞ്ഞു മാറുന്നു. മഹി കമ്പനി കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ മാർക്കോ ഉണ്ടെന്ന ധൈര്യത്തിൽ തന്നെയാണ് കേട്ടോ കണ്ണൻ പോകുന്നത്. മഹി ആണെങ്കിൽ ഓഫീസിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കണ്ണനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പകൽ സമയങ്ങളിലൊക്കെ കണ്ണനെ കൂട്ടിരിക്കാനായിട്ട് അനന്തവും എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കോ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കണ്ണൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് മാർക്കോ മഹി അറിയാതെ തന്നെ അവളെ നിഴല് പോലെ പിന്തുടരുന്നുണ്ട്. മേഘനാണെങ്കിലും തൻ്റെ കഴുകൻ കണ്ണുകളുമായിട്ട് മഹിക്ക് പുറകെ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കയ്യിൽ കിട്ടിയാൽ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം തീർത്ത് അവളെ മുകളിലേക്ക് പറഞ്ഞു വിടണം എന്നെല്ലാം മേഘൻ മനക്കോട്ട കെട്ടാണ്. അങ്ങനെ ഒരു ദിവസം മഹി ഓഫീസിൽ നിന്നും തിരികെ തോമസ് ഡോക്ടറുടെ വീട്ടിലേക്ക് പോകുന്ന തക്കം നോക്കി മേഘൻ മഹിയുടെ കാറിനെ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. മഹിയെ ഏതാപത്തിലും സഹായിക്കാനായിട്ട് നിലകൊള്ളുന്ന മാർക്കോയും ലോപ്പസും ഇത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ മേഘൻ ഡ്രൈവറെ തല്ലി അവശനാക്കിയതിന് ശേഷം
മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾപ്പാർപ്പില്ലാത്ത ഒരു കെട്ടിടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് മഹാലക്ഷ്മിയെ കീഴ്പ്പെടുത്താം എന്നാണ് കേട്ടോ മേഘൻ കരുതുന്നത്. പക്ഷേ മേഘൻ്റെ ആ പദ്ധതികളെല്ലാം തകിടം മറിച്ചുകൊണ്ട് മാർക്കോയും ലോപ്പസും അവിടേക്ക് വരുന്നുണ്ട്. തുടർന്ന് മേഘനെ കണക്കിന് കൊടുത്ത് അയാളോടുള്ള സകല പ്രതികാരവും തീർക്കുന്നുണ്ട്. ശേഷം മേഘനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മേഘന് അടിച്ചവശനാക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. തുടർന്ന് അവിടെ നിന്നും മഹാലക്ഷ്മിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് അവിടെ വെച്ച് തന്നെ വാമന് ഒരു അനോണിമസ് കോള് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേഘൻ ഇങ്ങനെ അടിച്ച് മർദ്ദിച്ചവശനായിട്ട് ഇന്ന ഒരു കെട്ടിടത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാമന് ഒരു കോള് കൊടുക്കുന്നുണ്ട് മാർക്കോ, പേരൊന്നും വെളിപ്പെടുത്താതെ. ഇത് കേൾക്കുന്ന വാമനാണെങ്കിൽ ഷോക്ക് ഏറ്റുപോതുപോലെ നിൽക്കുകയാണ്. എന്നിട്ട് വേഗം തന്നെ അവിടേക്ക് തിരിക്കുകയാണ്. അങ്ങനെ വാമൻ്റെയും പ്രതാപൻ്റെയും ഉണ്ണിയുടെയും ഇത്തവണത്തെ പദ്ധതിയും പൊളിഞ്ഞ് പാളീസാവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വാമൻ അവിടെ ചെന്ന് നോക്കുന്നതും മർദ്ദിച്ച അവശനായിട്ട് കിടക്കുന്നത്, ബോധമറ്റ് കിടക്കുന്ന മേഘനെയാണ് കേട്ടോ കാണുന്നത്. തുടർന്ന് മേഘനോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ മേഘ, എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്യണമെന്ന്. ഇപ്പോൾ ഇനി എല്ലാം കണ്ണൻ അറിയും, അതോടെ കമ്പനിയിൽ ജോലി കൂടി തെറിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുമ്പോൾ അവളെ കയ്യിൽ കിട്ടിയതാണ്. പക്ഷേ ആ മാർക്കോ ഇടയ്ക്ക് കയറി വന്നുവെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചു എന്ന് പറയുമ്പോൾ കണ്ണൻ ബുദ്ധിയുള്ളവനാണ്. അവൻ മഹാലക്ഷ്മി മാർക്കോയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്തായാലും പറ്റാനുള്ളത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വാമൻ മേഘനയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നീട് വിവരം അറിയുന്ന കണ്ണൻ പറയുന്നുണ്ട്, ഇനി മേഘനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. മഹാലക്ഷ്മിയെ അപകടപ്പെടുത്തണം എന്നുള്ള ചിന്ത പോലും അവൻ്റെ മനസ്സിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് എന്താണ് വേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും തക്ക സമയത്തെത്തി മഹാലക്ഷ്മിയെ രക്ഷിച്ചതിന് മാർക്കോയോട് ഒരിക്കൽ കൂടി കണ്ണൻ നന്ദി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് പറയുന്നുണ്ട്, എൻ്റെയും ഇയാളുടെയും അപേക്ഷ മാർക്കോ തള്ളിക്കളയരുത്. ഞങ്ങളുടെ ബോഡി ഗാർഡായിട്ട് മാർക്കോ ഞങ്ങളുടെ കൂടെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അവരുടെ അപേക്ഷ തള്ളിക്കളയാനായിട്ട് മാർക്കോയ്ക്കും കഴിയുന്നില്ല. കാരണം ഇനി അങ്ങനെ ഒരു ആൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ള കാര്യം മാർക്കോയ്ക്കും തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഏത് സമയത്തും ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകും എന്ന് മാർക്കോയ്ക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ബോഡി ഗാർഡ് കം ഡ്രൈവറായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ മുൻപ് ഞങ്ങൾ സാഗർ എന്ന ഒരാളെ കമ്പനിയിലെ അക്കൗണ്ടൻ്റായി വെച്ചിരുന്നു എന്നും അയാളെ മഹി സ്വന്തം സഹോദരനായിട്ടാണ് കണ്ടത്. തുടർന്ന് സാഗറിൻ്റെ ചതിയെക്കുറിച്ചെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മാർക്കോയോടായിട്ട്. അങ്ങനെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും അപേക്ഷ മാനിച്ച് മാർക്കോ കമലേശ്വരത്തെ ഡ്രൈവർ ആകുന്നുണ്ട്. മാത്രമല്ല കണ്ണൻ്റെ മഹാലക്ഷ്മിയും ഉടനെ തന്നെ സാഗറിനെയും കണ്ടുമുട്ടുന്നുണ്ട് മാർക്കോയുടെ ഇടപെടലിൽ. അപ്പോൾ കാത്തിരിക്കാം നമുക്ക് മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്